സായങ്കാലത്തിൽ ഈ സ്ഥലത്ത് ഇവിടെ ആയിരിക്കുവാൻ കർത്താവ് എനിക്ക് അനുവദിച്ച കൃപയ്ക്കായിട്ട് ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു 12 മണിക്കൊക്കെ പുറപ്പെടണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ ചില സംഭവങ്ങളുണ്ടായി. എടുത്ത കാറിൻ്റെ പുറവശത്തെ കണ്ണാടി മുഴുവൻ പൊട്ടിപ്പോയി. മോനെടുത്ത് കഴുകാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ അതുകൊണ്ട് ആ വണ്ടി ഉപയോഗിക്കാൻ വയ്യാതിരുന്നു. മോളുടെ വണ്ടി ടൗണിൽ പോയി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് 1.5 മണിക്കൂർ ലേറ്റായി. ഏതായാലും സഹോദരൻ അനിൽ കൂടെ ഉണ്ടായതുകൊണ്ട് 7 മണിക്കെങ്കിലും വരാൻ പറ്റി. അത് വാസ്തവത്തിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ സമയത്തിന് വരാൻ ഒക്കുമെന്ന് വളരെ ഭയമായിരുന്നു. വന്നത് മാത്രമല്ല, നല്ല ആഹാരം കഴിക്കുകയും കൂടെ ചെയ്തു. വളരെ സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I like praising God. I like praising God. Shall we all together praise God and say, Hallelujah, our Lord God Almighty reigns. Hallelujah, യഹോവ വാഴുന്നു. Hallelujah, യഹോവ വാഴുന്നു. Hallelujah, യഹോവ വാഴുന്നു. എനിക്കിത് വലിയ ഇഷ്ടമാണ്. കാരണം ഞാൻ 20 വയസ്സുള്ളപ്പോൾ മണിപ്പൂരിലെ 1 വർഷം, എൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് മുമ്പേ 1 വർഷം ഗ്യാപ്പ് വേണമായിരുന്നു. അപ്പം ഞാൻ മണിപ്പൂരിലൊരു സ്കൂളിലെ അധ്യാപകനായിട്ട് പോയി. അവിടെ പോയപ്പോൾ അവിടെ ഈ നാഗ ഫൈറ്റൊക്കെ വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന സമയങ്ങളാണ്. ഞങ്ങൾ പോയത് ഒരു ട്രൈബിൻ്റെ ഇടയിലെ ഗ്രൂപ്പിലേക്കാണ്. അവിടുത്തെ സ്കൂളിൽ വലിയ കോമ്പൗണ്ടുണ്ട്. ആ സ്കൂള് ഹോസ്റ്റലിൽ പിള്ളേർ താമസിച്ച് പഠിക്കുന്നു. അപ്പോൾ ആ സ്കൂളിൽ ഞാൻ അധ്യാപകനായിട്ട് ചെന്നു. എൻ്റെ കൂടെയുള്ള വേറെ 2 മലയാളി ടീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ നാഗാസും ഈ ട്രൈബും തമ്മിൽ വഴക്കാണ്. ഞങ്ങളവിടെ ചെന്ന് കണ്ടപ്പോഴത്തേക്ക് നാഗാസിന് ഇരിക്കാൻ പറ്റിയില്ല. അവർക്ക് അസൂയ. ഇവരുടെ പിള്ളേരെല്ലാം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അപ്പോൾ അവർ വിചാരിച്ചു, ഞങ്ങളവിടെ സന്ധ്യയായി, 5:30 മണിയൊക്കെ ആകുമ്പോൾ ഇരുട്ടും. 9 മണിയായി കഴിയുമ്പോഴത്തേക്ക് കറണ്ടൊന്നും ഇല്ലാത്ത സ്ഥലമാണെന്ന് വിചാരിക്കുക. മിഡ് നൈറ്റിൻ്റെ പ്രതീതിയാണ്. 9 മണി 9:30 ആയപ്പോഴത്തേക്ക് അവിടെ എല്ലാം ഒരു അന്ധകാരം മൂടി ആകപ്പാടെ നമ്മുടെ 12 മണി പോലും നമുക്കിങ്ങനെ ഫീൽ ചെയ്യില്ല. അങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് പട്ടികൾ കുരയ്ക്കുന്നത് കേട്ടു. അസാധാരണമായി പട്ടികുര കേട്ടപ്പോൾ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ, പുള്ളിക്കാരൻ ഞങ്ങളെക്കാളും ഒരു 6 മാസം മുമ്പേ അവിടെ ചെന്നതാണ്. പുള്ളിക്കാരനെ ചെറുകെ ഒന്ന് ഇറങ്ങി കതക് തുറന്ന് ഒന്ന് നോക്കി. ആ പുല്ലുകൊണ്ടുള്ള വീടാണ് കേട്ടോ, മണ്ണാണ് ചുവര്. ഒരു തള്ളു കൊടുത്താൽ താഴെ എല്ലാം കൂടെ താഴെ വീഴും. അതുപോലെയുള്ളൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ 3 പേര്. അപ്പോൾ അദ്ദേഹം വെളിയിൽ ഇറങ്ങിയിട്ട് ഹലോ എന്ന് പറഞ്ഞ് തിരിച്ച് പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അകത്തോട് കയറി വന്നു, വളരെ ഭീതിയായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഏതാ പ്രശ്നമുണ്ടല്ലോ എന്ന്. അദ്ദേഹം പറഞ്ഞു, മുഖം മൂടി ധരിച്ച 3-4 പേര് നിൽപ്പുണ്ട്, കയ്യിൽ തോക്കുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യ. ഞാനങ്ങ് ഷൗട്ട് ചെയ്തു, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ നാഗാസ് ക്രിസ്ത്യാനികളാണല്ലോ. ഈ ഹല്ലേലൂയ ഷൗട്ട് കേട്ടപ്പം അവരങ്ങ് പിന്മാറിയങ്ങ് പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പട്ടിയുടെ ശബ്ദമൊന്നും ഇല്ലാതായി. ഞങ്ങൾ വെളിയിൽ വന്നു നോക്കിയപ്പം അവിടെങ്ങും അവരില്ല. അന്ന് എനിക്ക് മനസ്സിലായത് ഈ ഹല്ലേലൂയയുടെ പവർ അത്രയുമാണെന്ന്. അന്നൊരു പക്ഷേ ഞങ്ങളെ വെടിവെച്ച് കൊന്നേനോ അറിയാൻ വയ്യ. അങ്ങനെ ഹല്ലേലൂയയുടെ പവർ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ രക്ഷയുടെ ഉല്ലാസഘോഷമുണ്ട്. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ രക്ഷയുടെ ഉല്ലാസം. തമിഴ് വായിച്ചാൽ നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഗംഭീര ശബ്ദമുണ്ട്. രക്ഷിപ്പിൻ ഗംഭീര ശബ്ദം. നമ്മുടെയൊക്കെ വീട്ടിൽ എന്താ കേൾക്കുന്നത്? ഗംഭീര ശബ്ദമുണ്ടോ? രക്ഷയുടെ ഗംഭീര ശബ്ദം. അതേ ഞാൻ എപ്പോഴും പറയും, അവിടെ ചെന്നുമ്പോൾ ഹല്ലേലൂയ പാട്ടാണ്. അവിടെ പാടുന്നത് ഹല്ലേലൂയ യഹോവ വാഴുന്നു. ഇവിടെ പാടി പഠിച്ചില്ലെങ്കിൽ അവിടെ മിസ്ഫിറ്റാകും കേട്ടോ. അതുകൊണ്ട് ഉറക്കെ ഹല്ലേലൂയ പറയ്ക്കാൻ ശ്രമിക്കണം. അത് പ്രാക്ടീസ് ചെയ്യണം. ഇടയ്ക്കൊക്കെ ഒന്ന് എക്സൈറ്റ് ആകുന്നതിന് ഒരു തെറ്റുമില്ല, യാതൊരു തെറ്റുമില്ല. ഐ ആം വെരി എക്സൈറ്റഡ്. ഐ വാണ്ട് ടു റിമെയിൻ എക്സൈറ്റഡ്. ചിലരെങ്കിലും എക്സൈറ്റ് ആക്കാൻ സാധിച്ചുവെങ്കിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മെ തൊടട്ടെ. നമുക്ക് ഒന്ന് എക്സൈറ്റ് ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ബി ഹിയർ. വളരെ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദമൊക്കെ വളരെ നിങ്ങൾക്ക് പരിചയമാണ്.
ചിലപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. സാരമില്ല, അപ്പോസ്തലനായ പത്രോസ് എനിക്ക് കൂടെ ഉണ്ട്, ഓർമ്മിപ്പിക്കുക എന്നുള്ള ജോലിയാണ് ഉള്ളത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓർമ്മിപ്പിക്കും. അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചിന്തിക്കേണ്ട, അത് തന്നെ പറഞ്ഞെങ്കിൽ അത് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ദൈവാത്മാവിന് തോന്നി. അതുകൊണ്ട് ചിലപ്പം പറഞ്ഞത് തിരിച്ചു പറഞ്ഞു എന്നിരിക്കും. അതുകൊണ്ട് ആരും ഖേദിക്കാനില്ല. നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. നേഹയെ പരിചയമുണ്ടല്ലോ. 4 വർഷം മുമ്പ് ഇൻ്റർനെറ്റ് വഴി പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. MAക്ക് റാങ്ക് ഉണ്ട്, MCOM ഉണ്ട്, അത് കഴിഞ്ഞ് PhD തീസിസ് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. 12 വയസ്സ് തൊട്ട് ഒരു ഭൂതം അവളെ പീഡിപ്പിക്കുമായിരുന്നു. അപ്പൻ രത്നവ്യാപാരിയായിരുന്നു. അവളെ കൊണ്ട് എവിടെല്ലാം കൊണ്ടുപോയി വിടുതലിന് വേണ്ടി ശ്രമിച്ചോ അവിടെയെല്ലാം കൊണ്ടുപോയി. ക്ഷേത്രങ്ങൾ, പൂജാരിമാർ, മന്ത്രവാദികൾ, കൂടോത്രക്കാർ, മുല്ലാകൾ, മോസ്കുകൾ, എവിടെയൊക്കെ പോയി എന്തെല്ലാം ശ്രമിച്ചു, പക്ഷേ വിടുതലില്ല. രാജസ്ഥാനിലൊരു ക്ഷേത്രമുണ്ട്, അവിടെ ബാലാജി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രശ്നമുള്ള സ്ത്രീകൾ മാത്രം വരുന്ന ഒരു സ്ഥലം. അവിടെ 3 മാസത്തിലൊരിക്കൽ പോയി പൂജ കഴിക്കുമായിരുന്നു. എന്നെ വിളിക്കും, ഡാഡീനെ വിളിക്കുന്ന, ഡാഡി യു വിൽ നോട്ട് ബിലീവ്, തൗസൻഡ്സ് ഓഫ് ലേഡീസ് കം ദെയർ എവറി ഡേ. ഭൂതത്താൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ അനേകമുണ്ട്. അങ്ങനെ ഒരു ഇവളുടെ കുടുംബത്തിൽ തന്നെ ഇവളുടെ അപ്പൻ്റെ പെങ്ങളും അപ്പൻ്റെ പെങ്ങളുടെ മകളും ഒക്കെ ഈ പീഡ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുകയല്ല, 25 വയസ്സുള്ള പെങ്കൊച്ച് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നത് അപ്പൻ്റെ അമ്മയുടെ നടുക്കാണ്. ഭയമാണ്. എന്നാൽ അവിടെ വെച്ച് ഒരു അശരീരി വന്ന് ഇവളുടെ ശരീരം ഉപയോഗിക്കും. അവർ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കും. ലക്ഷക്കണക്കിന് പണം ചിലവാക്കി, ഒരു വിധമില്ല. ഒടുവിൽ ആത്മഹത്യ തീരുമാനിച്ചു. അപ്പോൾ അവളുടെ ഒരു ഹൈന്ദവ കൂട്ടുകാരത്തി ചോദിച്ചു, നീ അവിടെ പോയിട്ടുണ്ട്, മുല്ലയുടെ അടുത്ത് പോയിട്ടുണ്ട്, മോസ്കിൽ പോയിട്ടുണ്ട്, പൂജാരിയുടെ അടുത്ത്, നീ പള്ളിയിൽ പോയിട്ടുണ്ടോ, യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അപ്പോൾ ബരലിയാണല്ലോ, UP യിലാണല്ലോ, അധികം പേരില്ല. അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു, ഇല്ല. അങ്ങനെയാണോ? പ്രാർത്ഥിക്കാം. അപ്പൻ ഒരു പാസ്റ്ററുടെ മൊബൈൽ നമ്പർ എങ്ങനെയോ സമ്പാദിച്ചു. അപ്പൻ ഈ പാസ്റ്റർ മെത്തഡിസ്റ്റ് പാസ്റ്ററാണ്. അദ്ദേഹം ഫോണിൽ കൂടെ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ആഴ്ചയിൽ ഒരിക്കലും ഒന്നുമില്ല. എന്താ സംഭവിച്ചത് വിശ്വസിക്കുകയില്ല. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ദിവസം രാത്രി മുഴുവൻ പീഡിപ്പിക്കും. 3ാമത്തെ പ്രാവശ്യമായിരുന്നു, ഇത് തമ്മിലേതോ ഒരു ബന്ധമുണ്ടല്ലോ, ഈ പ്രാർത്ഥനയും എൻ്റെ പീഡയും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇൻ്റർനെറ്റ് വന്നു. ഞാൻ ഒരു ഹിന്ദുവാണ്, എനിക്ക് ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹമില്ല, നിങ്ങളുടെ യേശുവിന് എന്നെ സഹായിക്കാൻ നോക്കുമോ? അതാ ചോദ്യം. അവിടെ ഒരു ബ്രില്യൻ ഗേളാണ്. 4 ദിവസം കൊണ്ട് 50 ചോദ്യങ്ങൾ, 50 ഇമെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം. 4ാമത്തെ ദിവസം യേശു കർത്താവിനെ അവൾ സ്വീകരിച്ചു. ആർക്കും വിശ്വസിക്കാൻ കഴിയും? ഭൂതബാധ ഒഴിഞ്ഞുപോയി. ഒരല്ലേലി പറയാൻ ആരുമില്ലേ? ഭൂതബാധ ഒഴിഞ്ഞുപോയി. അപ്പനങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നടാ. ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് ഒരു പ്രാർത്ഥന കൊണ്ട് സാധിച്ചു. ഞങ്ങളെയും കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. കുടുംബമായിട്ട് അവർ കർത്താവിനെ സ്വീകരിച്ചു. ഇന്നവർ സന്തോഷമായിട്ട് കർത്താവിനെ ആരാധിക്കുന്നു. ഈ അനേക വർഷങ്ങൾ സ്ലീപ്പിംഗ് പിൽസും പെയിൻ കില്ലറും കഴിച്ചതുകൊണ്ട് ഇവൾക്ക് ശരീരത്തിൽ യാതൊന്നുമില്ല. ഇവൾ കണ്ടു കഴിഞ്ഞാൽ രോഗം ഉണ്ടെന്ന് പറയുകയില്ല. പക്ഷേ മാർച്ച് 25 തൊട്ട് ഇന്ന് വരെ, ഇന്ന് അവിടെ നിന്ന് വെല്ലൂർ ഹോസ്പിറ്റലിൽ CMCയിലാണ്. അവിടെ ടെസ്റ്റ് ഡോക്ടർമാർ മാറി. പക്ഷേ ഇവക്ക് എന്താ സംഭവിക്കുന്നത് ഡോക്ടർമാർക്ക് അതിശയമാണ്. ഹൗ ഈസ് ഷി ഏബിൾ ടു ലിവ്? എങ്ങനെയാണ് ഇവൾ ജീവിക്കുന്നത്? ഒരത്ഭുത ജീവിയാണ്. കാരണം ഇവൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു, മോളെ ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയണം. എത്ര നേരം വായിക്കുന്നോ അത്ര നേരം പ്രാർത്ഥിക്കണം. നമ്മളാരും വിശ്വസിക്കുകയില്ല. ആദ്യത്തെ പ്രാവശ്യം 3 ദിവസം കൊണ്ട് പുതിയ നിയമം മുഴുവൻ വായിച്ചു. ആദ്യത്തെ പ്രാവശ്യം 3 ദിവസം കൊണ്ട് പുതിയ നിയമം മുഴുവൻ വായിച്ചു. ഇപ്പം 4ാമത്തെ വർഷം 40ാമത്തെ പ്രാവശ്യം പുതിയ നിയമം വായിക്കുകയാണ്. 6ാമത്തെ പ്രാവശ്യം ബൈബിൾ വായിക്കുന്നു. എത്ര നേരം വായിക്കുന്നോ അത്രയും നേരം പ്രാർത്ഥിക്കുന്നു. മുട്ട് തഴമ്പിച്ചു. എന്താ സംഭവിച്ചതെന്നറിയാമോ? 1-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന അതിശയങ്ങൾ അവിടെ നടക്കുന്നു. ഇവരുടെ നാത്തൂൻ കല്യാണം കഴിച്ച് 7 വർഷമായി, മക്കളില്ല. ഇവളുടെ കാര്യം കേട്ടു. അപ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഇവൾ പോയി പ്രാർത്ഥിച്ചു. വിശ്വസിക്കണം,
അതിൻ്റെ അടുത്ത ആഴ്ച ഗർഭം ധരിച്ചു. 3 മക്കളെ ഒരുമിച്ച് പ്രസവിച്ചു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന് പേരിടണമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ അവരിട്ടില്ല, വേറെ പേരാണ് ഇട്ടേക്കുന്നത്. ഏതായാലും ആ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം 3 വയസ്സ് കഴിഞ്ഞു. അവളുടെ അതേ അപ്പൻ ക്യാൻസർ രോഗിയായിട്ട് വീട്ടിൽ ഡോക്ടർമാരാൽ ഉപേക്ഷിക്കപ്പെട്ട് ആ റൂമിലോട്ട് കയറാൻ പറ്റുകയില്ല, കാരണം നാറ്റമാണ്, ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോയി പ്രാർത്ഥിച്ചു, അദ്ദേഹം എഴുന്നേറ്റു, സാധാരണഗതിയിൽ ജീവിച്ചു, 2 വർഷം കൂടെ ജീവിച്ചു, പിന്നെ മരിച്ചുപോയി. അത്ഭുതങ്ങളുടെ പരമ്പര. എന്താ സംഭവിക്കുന്നത് അറിയാമോ? അവൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ പറഞ്ഞു, മോളെ ഒരു പള്ളിയിലും പോകരുത്, ഒരു ഗോസിലും ചേരരുത്, നിങ്ങൾ തന്നെ വീട്ടിൽ ആരാധിക്കണം. അതാണ് പുതിയ നിയമ മാതൃക. എന്താ സംഭവിച്ചത്? അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഏകദേശം 10-12 ഹിന്ദുക്കളിൽ നിന്നും രക്ഷിക്കപ്പെട്ടവർ മാത്രം അവിടെ കൂടി ബരേലിയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ആഴ്ചവട്ടത്തിന് 1-ാം നാൾ അപ്പം നുറുക്കി അവർ കർത്താവിനെ ആരാധിക്കുകയും അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ കുട്ടി ഇന്നിപ്പോൾ ഈ യൂട്രസിൽ ഒരു ട്യൂമർ വളർന്ന് ശ്വാസകോശത്തെ ശ്വാസം വിടുന്ന ബുദ്ധിമുട്ടായിരിക്കുന്നു. ഇരിക്കുന്നത് ബുദ്ധിമുട്ട്, കിടക്കുന്നത് ബുദ്ധിമുട്ട്, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അവളുടെ ജീവിതം ഒരു അത്ഭുതം. മിനിഞ്ഞാന്ന് ഞാൻ നെറ്റ് വഴി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് ഓപ്പറേഷൻ നമുക്ക് ശരീരം തയ്യാറല്ല, ഈ ഡോക്ടർമാർ പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ ഒക്കത്തില്ല, 3 മാസത്തേക്ക് ഇഞ്ചക്ഷൻ ഇട്ട് അതിനുശേഷം വന്ന് നോക്കിയതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കാം. അങ്ങനെ ഇരിക്കും. മിനിഞ്ഞാന്ന് യൂട്യൂബിൻ്റെ അകത്ത് പെട്ടെന്നൊരു സൈറ്റ് ഞാൻ കണ്ടു. ഒരു ഡോക്ടർ കോട്ടക്കൽ നിന്നുള്ള ഒരു ഹോസ്പിറ്റൽ, MS ഹോസ്പിറ്റൽ, ആസ്റ്റർ, അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കാർഡിയോളജിസ്റ്റാണ്, എന്നാൽ ഇനി ആ കാർഡിയോളജിസ്റ്റ് സംബന്ധപ്പെട്ട ഒരു കാര്യമല്ല ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. പെൺകുട്ടികൾക്ക് യൂട്രസിൽ ട്യൂമറുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഇല്ലാതെ സക്സസ്ഫുള്ളായിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ട്രീറ്റ് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഉടനെ ഞാൻ വിളിച്ചു. ഞാനാണ് കണ്ടത്. ഇന്നലെ വിളിച്ചു, ഇന്നലെ അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചു. നാളെ കാലത്ത് 11 മണിക്ക് ഡോക്ടർ നേഹയെ കാണും. അവർ പാശ്ചാത്യ നാടുകളിലൊക്കെ ഇത് വളരെ സാധാരണ ചെയ്യുന്ന കാര്യമാണ് പോലും. എന്നാൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. ആ ഇഞ്ചക്ഷൻ കൊടുത്ത് കമ്പ്യൂട്ടർ വഴി ഗൈഡ് ചെയ്ത് യൂട്രസിലെ ട്യൂമറിലേക്ക് രക്തം സപ്ലൈ ചെയ്യുന്ന നെർവിനെ അവർ ബ്ലോക്ക് ചെയ്യും. അത്രയുമേ ചെയ്യത്തുള്ളൂ. 20 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. പക്ഷേ രക്തം അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് ചില ആഴ്ചകൾക്കുള്ളിൽ, മാസങ്ങൾക്കുള്ളിൽ ട്യൂമർ ചുരുങ്ങും എന്നുള്ളത് അവർ കണ്ടിട്ടുള്ളതാണ്. നാളെ രാവിലെ അങ്ങോട്ട് പോകുന്നുണ്ട്. നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ നേഹയുടെ അവളുടെ ജീവിതം വളരെ അത്ഭുതമാണ്. ഈ ഭൂതം അവളെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും 6-7 പ്രാവശ്യം രക്ഷിക്കപ്പെട്ട ശേഷവും അവളെ ഉപദ്രവിക്കാൻ വന്നു. നിങ്ങളാരും വിശ്വസിക്കാത്ത ഒരു കാര്യം ഞാൻ പറയാൻ പോവാം. രാത്രി ഒരു 10 മണിക്ക് രക്ഷിക്കപ്പെട്ട ഒരു 6 മാസം കഴിഞ്ഞ് അവളുടെ വയറ്റിൽ ഒരാൾ വന്നിരിക്കുന്ന പോലെ തോന്നി. ഭൂതമാണ്, ആളിനെ കാണാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് പീഡിപ്പിക്കലാണ് സാധാരണ നടക്കുന്നത്. വയറ്റിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്നവൾ പ്രാർത്ഥിച്ചു. അപ്പം പെട്ടെന്നങ്ങ് ഭൂതം അതങ്ങ് അപ്രത്യക്ഷമായി. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു അശരീരി ശബ്ദം കേട്ടു. എന്താ ശബ്ദം? മകളെ, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ എൻ്റെ പൈതലാണ്, നീ എൻ്റെ സാക്ഷിയാകും, നീ എൻ്റെ സാക്ഷിയായി ജീവിക്കും. അങ്ങനെ ഒരു അശരീരി ശബ്ദം കേട്ടു. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഞാൻ ആരുടെ അശരീരിയാണ് കേട്ടത്? അന്നേരം മൗനം, ഒന്നും മിണ്ടുന്നില്ല. രണ്ടാമതൊരു ചോദ്യം, ഞാൻ യേശു കർത്താവിൻ്റെ ശബ്ദമാണോ കേട്ടത്? മൗനം. മൂന്നാമത് ചോദിക്കുന്നു, ഞാൻ യേശു കർത്താവിൻ്റെ ശബ്ദമാണോ കേട്ടതെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കി തരണം. ഇനി ഞാൻ പറയുന്നത് നിങ്ങളാരും വിശ്വസിക്കുകയില്ല. എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ കട്ടിലേക്ക് കിടന്ന ആ പെൺകുട്ടി 5 പ്രാവശ്യം റൂഫ് വരെ പൊങ്ങി താഴെ വന്നു. 5 പ്രാവശ്യം റൂഫ് വരെ പൊങ്ങി താഴെ വന്നു. ഞാനൊരു കാര്യം പറയട്ടെ, യേശു കർത്താവ് അവളെ തൊട്ടിരിക്കുകയാണ്, അവളെ ദൈവത്തിൻ്റെ പൈതലാക്കി മാറ്റിയിരിക്കുകയാണ്. അവളൊരു അത്ഭുത ജീവിയാണ്. അവളിൽ കൂടെ അനേകം. ഇവർക്ക് ഹോസ്പിറ്റലിൽ പോകുവാൻ കൂടെ നിൽക്കാൻ അപ്പനും അമ്മയ്ക്കും വഴിയാതിരുന്നു.
6 മാസം മുമ്പ് രാത്രി ഒരു 12 മണിയാണ് ഒരാൾ വിളിച്ചു, എൻ്റെ പേര് പ്രീതി എന്നാണ്, എനിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു ഹൈന്ദവ സ്ത്രീ, അഗർവാൾ, ഇവരുടേതേ കമ്മ്യൂണിറ്റിയിലുള്ളത്. അവരെല്ലാം പണക്കാരാണ്. എന്താ സംഭവിച്ചത്? അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചിട്ട് പോയി. 10-14 വയസ്സുള്ള ഒരു പയ്യനുണ്ട്. ഈ ഭർത്താവ് അനാവശ്യമായിട്ട് കേസുകൾ കൊടുത്ത് വഴക്കുണ്ടാക്കി അവളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചു. ഇനി ഒടുവിൽ ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറഞ്ഞിട്ട് ആരോ പറയുന്നത് കേട്ടു, നേഹ പ്രാർത്ഥിച്ചാൽ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും. രാത്രി 12 മണിക്ക് നേഹയെ വിളിച്ചു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്താ പ്രശ്നം? ഇതാണ് പ്രശ്നം. നേഹ പ്രാർത്ഥിച്ചു. അവൾ ഇന്നൊരു വിശ്വാസിയായി. CMCയിൽ അവൾക്ക് ബൈസ്റ്റാൻഡറായിട്ട് പോകാൻ കർത്താവ് ഒരുക്കിയ വ്യക്തി. അങ്ങനെ വേറൊരു കുടുംബത്തിൽ ഒരു 4 കോടി രൂപയാണ് ബിസിനസ്സുകാരൻ ചതിച്ചത്. ബിസിനസ് പൊട്ടി. ആകപ്പാടെ വിഷമിച്ചിരുന്നു. നേഹയെക്കുറിച്ച് കേട്ടു. നേഹ, നീ ഒന്നൊന്ന് പ്രാർത്ഥിക്കണം. എന്താ സംഭവിച്ചെന്നറിയാമോ? വേറൊരു സ്നേഹിതൻ ഈ ബിസിനസ് കളിപ്പിച്ചു പോയ 4 കോടി രൂപയുടെ കളിപ്പിച്ചു കൊണ്ടുപോയത് ആ വിവരം കേട്ടിട്ട് പറഞ്ഞു, നിന്നെ ബിസിനസ് പൊട്ടിപ്പോയി ഞാൻ അറിഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ്, ഡൽഹി മെട്രോയിൽ എനിക്ക് ഒരു റൂമുണ്ട്, 40,000 രൂപയാണ് മാസം വാടക. നീ വാടക തരണ്ട, നീ ബിസിനസ് ആരംഭിച്ചുകൊള്ളുക. അവർ ബിസിനസ് ആരംഭിച്ചു. അവർ അഗർവാൾ കമ്മ്യൂണിറ്റിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പള്ളിയിലൊന്നും പോരെന്ന് പറഞ്ഞു. പക്ഷെ അവർ പള്ളി കണ്ടുപിടിച്ചു. പെന്തക്കോസ് പള്ളിയിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നു. ആ കുടുംബം രക്ഷിക്കപ്പെടുവാനിടയായി. ഞാനൊന്ന് പറയട്ടെ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സഹോദരൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ പറഞ്ഞു, നാം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുകയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ ആരെ വാഴിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമനുസരിച്ച് ആൾ വാഴിക്കപ്പെടും എന്നുള്ളതിന് സംശയമില്ല. നാം കടപ്പെട്ടവരാണ്. നാം നാളെ ആ ദിവസം ഇതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യും. അവൻ്റെ നാമത്തിന് സ്തോത്രം. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള ഡയറക്റ്റ് മെസ്സേജ് അല്ല. എന്നാൽ ഈ വിഷയം നാം പഠിക്കേണ്ടതാണ്. ഈ വിഷയം നാം മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു വിഷയമാണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, ആ താക്കോൽ വാക്യമായിട്ട് വായിക്കാം. 1 പത്രോസ് 1:9. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും. അപ്പം വിശ്വാസത്തിന്റെ അന്തത്തിലാണോ ആത്മരക്ഷ കിട്ടുന്നത്? ഇപ്പം കിട്ടിയ രക്ഷ എന്തുവാ? ഇപ്പം ആത്മരക്ഷയല്ല കിട്ടിയത്. അപ്പം ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? വിശ്വാസത്തിന്റെ അന്തമായ. മലയാളം ബൈബിൾ വായിച്ചാൽ മലയാളം ബൈബിളിൻ്റെ ഒത്തിരി വികലതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വികലതയാണിത്. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചു കൊള്ളുക. റിസീവിങ് the salvation of the soul at the end of your faith. Receiving the salvation of the soul. At the end of your faith you receive the salvation of the soul, not the salvation of the spirit. ആത്മരക്ഷ നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ടവർ ഒന്ന് കൈകളത്തി ഒരു ഹല്ലേലൂയ പറയാൻ തുടങ്ങാൽ എല്ലാവരും, ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു കുട്ടികൾ ഒഴികെ എല്ലാവരും പറയും. രക്ഷയുടെ ഉറപ്പുള്ളവരെല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഉറക്കെ പറയണം, ഇത് പോരാ. ദൈവം എന്ത് വലിയ രക്ഷയാണ് നമുക്ക് തന്നിരിക്കുന്നത്! എത്ര വലിയ രക്ഷയാണ്! നമുക്ക് ഈ ബ്രദറൻ ഗ്രൂപ്പിനെ കുറിച്ച് രക്ഷ നശിക്കയില്ല എന്ന് പഠിപ്പിക്കുന്നവരാണെന്ന് ലോകത്തുള്ള സകലർക്കും അറിയാം. രക്ഷ നശിക്കില്ല. പക്ഷേ നമ്മളൊരു കാര്യം മറന്നുപോയി. ആത്മരക്ഷ നശിക്കയില്ല എന്ന് വേദവസം പഠിപ്പിച്ചിട്ടുള്ളൂ. ബൈബിളിൽ രക്ഷയ്ക്ക് 3 തലങ്ങളുണ്ടെന്നും ശരീരം, ദേഹി, ആത്മാവ് 3 ഘടകങ്ങളുണ്ടെന്നും വേദവസം പഠിപ്പിക്കുന്നുണ്ട്. അതനുസരിച്ച് നോക്കുമ്പോൾ നശിക്കാൻ ഇടയുള്ള ഒരു രക്ഷയുടെ ഭാഗമുണ്ട് എന്ന് വേദവസം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം വാസ്തവത്തിൽ അവിടെ വായിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ അന്തമായ
വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ എന്നുള്ളതിൻ്റെ അടിയിൽ ഒരു വരയിട്ടിട്ട് മാർജിനിൽ വിശ്വാസത്തിൻ്റെ അന്തമായ ജീവരക്ഷ എന്നെഴുതേണ്ടതാണ്. വിശ്വാസത്തിൻ്റെ അന്തമായ ജീവരക്ഷ. ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആത്മരക്ഷയാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ അന്തമായി നമുക്ക് ലഭിക്കുന്നത് ജീവരക്ഷയാണ്, അല്ലെങ്കിൽ ദേഹിയുടെ രക്ഷയാണ്. ദേഹി, പ്രാണൻ, ജീവൻ, ഇത് മൂന്നും ഒരേ വാക്കിൻ്റെ തർജ്ജമയാണ്. അപ്പം ഈ ജീവരക്ഷ എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, മലയാളം ബൈബിൾ ഒരിടത്ത് ജീവരക്ഷ എന്ന് എഴുതിയിട്ടുണ്ട്. അത് ആർക്കറിയാം എവിടെ ആ വാക്യമുള്ളതെന്ന്? മലയാളം ബൈബിളിൽ ഒരു വാക്യത്തിൽ ജീവരക്ഷ എന്നുള്ളവർ ആ പ്രയോഗം കാണാൻ കഴിയും. എബ്രായ ലേഖനം എത്രാം അധ്യായം? 10-ാം അധ്യായം. എത്രാം വാക്യം? എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം വായിച്ചേ. എബ്രായർ 10:39. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ചു ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ. ജീവരക്ഷ, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. അപ്പോൾ ആ ജീവരക്ഷ എന്നുള്ള അവിടെ പ്രയോഗിച്ചിരിക്കുന്ന അതേ ഫ്രേസ് ഇവിടെ 1 പത്രോസ് 1:9 ആത്മരക്ഷ എന്ന് വികലമായി മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു. ഇവിടെ എങ്ങനെ തർജ്ജമ ചെയ്യണം? വിശ്വാസത്തിൻ്റെ അന്തമായ ജീവരക്ഷ, വിശ്വാസത്തിൻ്റെ അന്തമായ ജീവരക്ഷ. നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം കൂടെ വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ എന്നാണ് മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചുകൊള്ളുക. അവിടെയും സാൽവേഷൻ ഓഫ് യുവർ സോൾ, അവിടെയും നിങ്ങളുടെ ആത്മാവിൻ്റെ അല്ല, നിങ്ങളുടെ ജീവൻ അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹിയുടെ രക്ഷ. ഉൾനട്ട വചനം നമ്മുടെ ഹൃദയങ്ങളിൽ വചനം ഉൾനട്ടു. നാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ചവരാണ്. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ എടുത്ത് അതേ പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മുടെ മരിച്ചിരുന്ന ആത്മാവിന് ജീവൻ പ്രാപിച്ചു. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. ആ ഉൾനട്ട വചനം നിങ്ങൾ താഴ്മയോടെ തുടർന്ന് സ്വീകരിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ദേഹിക്ക് രക്ഷ വരും. അപ്പം ഈ 3 ഇടങ്ങളിൽ സാൽവേഷൻ ഓഫ് ദ സോൾ എന്ന് ഇംഗ്ലീഷിൽ വായിക്കുന്നുണ്ട്, മൂലഭാഷയിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ മലയാളത്തിൽ 2 ഇടത്തും ആത്മരക്ഷ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആത്മരക്ഷ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് അടിയിൽ വരയിട്ടിട്ട് മാർജിനിൽ ജീവരക്ഷ എന്ന് എഴുതി വെച്ചാൽ അടുത്ത പ്രാവശ്യം എനിക്ക് ആത്മരക്ഷ കിട്ടി. ബ്രദറൻകാരുടെ ടീച്ചിങ് ആത്മരക്ഷയെക്കുറിച്ച് അത് നശിക്കില്ല എന്നുള്ളതിനെ വെല്ലുവിളിക്കാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല. എനിക്ക് ഈ പെന്തക്കോസ്ത് സഹോദരന്മാരെ വലിയ ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയാമോ? വേറൊന്നുമല്ല, എൻ്റെ പുസ്തകം ഏറ്റവും കൂടുതൽ വാങ്ങിച്ചവരവരാണ്. ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ എൻ്റെ പുസ്തകം വായിച്ചിട്ട് 300 കോപ്പി എന്നോട്. ഞാൻ ചോദിച്ചു, എന്താ ഈ 300 കോപ്പി? അത് ഞങ്ങളുടെ പാസ്റ്റർമാരൊക്കെ അറിയട്ടെ, ദൈവം ഇങ്ങനെ പ്രാർത്ഥന കേൾക്കുന്നവനാണെന്ന്. അദ്ദേഹം 300 കോപ്പി വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുള്ള എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനിയും വേണോ? അവിടെ 10 GLS ചെന്നാൽ മതി, 30% ഡിസ്കൗണ്ട് കിട്ടും, വാങ്ങിക്കൊള്ളുക. ഏറ്റവും കൂടുതൽ എൻ്റെ പുസ്തകം ഗ്രൂപ്പായിട്ട് മൊത്തമായിട്ട് എടുത്തുള്ള പെന്തക്കോസ്ത് സഹോദരന്മാരാണ്. അവർ നമ്മെ ഒരു കാര്യത്തിന് തോൽപ്പിച്ചു. ഈ പ്രാർത്ഥനയുടെ കാര്യത്തിൽ അവർ നമ്മെ തോൽപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് അവരോട് വലിയ ഇഷ്ടമാണ്. പക്ഷേ അവരും ഈ ബ്രദറുകാരും പെന്തക്കോസ്തുകാരും അടിക്കുന്ന കാണുമ്പോൾ എനിക്ക് വലിയ സങ്കടമാണ്. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഒരേ അപ്പൻ്റെ ഒരു ചെറിയ തെറ്റിദ്ധാരണയാണ്. ഞാൻ ഈ രക്ഷ നഷ്ടപ്പെടും എന്ന് പഠിപ്പിക്കുന്ന ആ സഹോദരന്മാരോട് ഞാൻ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. റോമാലേഖനത്തിൽ നിന്നോ ഗലാത്യ ലേഖനത്തിൽ നിന്നോ രക്ഷ നശിക്കും എന്ന് ഒരു വാക്യം എടുത്തു തന്നാൽ ഞാൻ വിശ്വസിക്കാം. റോമാലേഖനവും ഗലാത്യ ലേഖനവും ആത്മരക്ഷയെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. പത്രോസിൻ്റെ ലേഖനങ്ങൾ, എബ്രായ ലേഖനം, യാക്കോബിൻ്റെ ലേഖനം ജീവരക്ഷയെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. പത്രോസിൻ്റെ ലേഖനം വായിച്ചാൽ, യാക്കോബിൻ്റെ ലേഖനം വായിച്ചാൽ, എബ്രായ ലേഖനം വായിച്ചാൽ ഒരു പക്ഷേ രക്ഷ നഷ്ടപ്പെടാൻ ഒരു ചാൻസ് ഉണ്ട് എന്ന് ധ്വനിക്കുന്ന വാക്യങ്ങളുണ്ട്. വളരെ വാസ്തവമാണ്.
ഒരിക്കൽ പ്രകാശം ലഭിച്ച ശേഷം ഉണ്ടല്ലോ. അപ്പോൾ റോമാലേഖനം, ഗലാത്യ ലേഖനം ആത്മരക്ഷയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുമ്പോൾ ഗലാത്യ ലേഖനം, എബ്രായ ലേഖനം, പത്രോസിൻ്റെ ലേഖനം, യാക്കോബിൻ്റെ ലേഖനം ജീവരക്ഷയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. ഈ ലേഖനങ്ങളിൽ രക്ഷ നശിക്കുവാൻ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഈ വേദപുസ്തകത്തെ കുറച്ചുകൂടെ വിശകലമായിട്ട് പഠിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നോക്കാം. ഈ വേദപുസ്തകത്തിൽ വെളിപ്പെട്ട ദൈവം ത്രിയേക ദൈവമാണ്. ദൈവം ത്രിയേകനാണെന്ന് മനുഷ്യന് ഊഹിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗോഡ് ഈസ് മൾട്ടി പേഴ്സണൽ. എനിക്ക് ഓൺലൈൻ വഴിയാണല്ലോ എൻ്റെ ശുശ്രൂഷ. അപ്പോൾ ഈ മുസ്ലിം സഹോദരന്മാരൊക്കെ ചോദ്യം ചോദിച്ചുകൊണ്ടൊക്കെ വരും, എന്നാ ദൈവത്തിന് എന്നാ പത്നി ഉണ്ടായിരുന്നോ കുഞ്ഞു ജനിക്കാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്ന് കളിയാക്കിക്കൊണ്ടിരുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവർക്ക് എന്താ ആൻസറാണ് കൊടുക്കേണ്ടതെന്ന്, കർത്താവ് ഇവർക്ക് എന്താ മറുപടി കൊടുക്കേണ്ടത്? ഞാൻ സിമ്പിൾ ഒരു ആൻസർ കണ്ടുപിടിച്ചു. ഗോഡ് ഈസ് മൾട്ടി പേഴ്സണൽ. എനിക്ക് ഒരു പേഴ്സണാലിറ്റി ഉള്ളൂ. ഞാൻ ഈ കസേരയിൽ നിന്നിട്ട് ഞാൻ താഴെ വീഴും. അയ്യോ, നിങ്ങളാ കസേരയിൽ നിന്നിട്ട് ആ കസേര കാലിയാകും. ദൈവം തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇവിടെ വന്നാൽ സിംഹാസനം കാലിയാകുകയില്ല. ദൈവം തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇവിടെ മനുഷ്യനായി വന്നാൽ സിംഹാസനം കാലിയാകുമോ? സിംഹാസനം കാലിയാകുകയില്ല. ഇവിടെ ആരാണത്? ഇവിടെ നിൽക്കുന്നത് ആരാ? ദൈവം. പൂർണ്ണ ദൈവം. ദൈവത്തിൻ്റെ പാതിയാണോ? പൂർണ്ണ ദൈവം. അഖിലാണ്ടത്തെ മുഴുവൻ നിറയ്ക്കുന്നത് ആരാണ്? പൂർണ്ണ ദൈവം. സിംഹാസനത്തിലിരിക്കുന്ന പേഴ്സണാലിറ്റിയെ നാം പിതാവെന്ന് വിളിക്കുന്നു. മനുഷ്യനായി ഇവിടെ വന്ന ദൈവത്തെ നാം പുത്രനെന്ന് വിളിക്കുന്നു. സകലത്തെയും നിറയ്ക്കുന്ന ദൈവത്തെ നാം ആത്മാവെന്ന് വിളിക്കുന്നു. ആത്മാവെന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ ന്യൂമ എന്നാണ്, എബ്രായ ഭാഷയിൽ റൂവക്ക് എന്നാണ്. അതാണ് നമ്മുടെ പള്ളിക്കാരൊക്കെ റൂഹ ആക്കിയത്. റൂവക്ക് എന്ന് പറഞ്ഞാൽ കാറ്റെന്ന അർത്ഥം. നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ കാറ്റുണ്ട്. കാറ്റിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാറ്റിൻ്റെ നിറം എന്തുവാ? പക്ഷേ ഈ കാറ്റുണ്ടെന്ന് എനിക്കറിയാം. ഈ മേശക്കറിയാമോ കാറ്റുണ്ടെന്ന്? ജീവനുള്ള ആളിനെ കാറ്റിനെ അനുഭവിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ അന്തരീക്ഷത്തിൽ ഈ കാറ്റുണ്ട്. ശൂന്യാകാശത്തിൽ നിന്ന് ഈ കാറ്റുണ്ടോ? ഇല്ല. ശൂന്യാകാശത്തിലും അഖിലാണ്ടത്തിലും മുഴുവനും ഒരു കാറ്റുണ്ട്. ചിന്തിക്കാൻ കഴിവുള്ള, തീരുമാനിക്കാൻ കഴിവുള്ള, അനുഭവിക്കാൻ കഴിവുള്ള ഒരു കാറ്റ് ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ വ്യാപരിക്കുന്നു. അതാണ് ദൈവം. ചിന്തിക്കാൻ കഴിവുള്ള, തീരുമാനിക്കാൻ കഴിവുള്ള, അനുഭവിക്കാൻ കഴിവുള്ള ഒരു കാറ്റ് ഈ അന്തരീക്ഷത്തില ഈ അഖിലാണ്ടത്തെ മുഴുവൻ വ്യാപരിച്ചിരിക്കുന്നു. ആ കാറ്റിനെയാണ് നാം ദൈവം എന്ന് വിളിക്കുന്നത്. ദൈവം ത്രിയേകനാണ്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ട്. He can get up from his throne, come here as man, and the throne is not empty. He is the same person. എനിക്ക് മനുഷ്യനെ കൊണ്ട് അത് സാധിക്കില്ല, പക്ഷേ ദൈവം അതിനെ ചെയ്യും. അതുകൊണ്ട് ത്രിയേക ദൈവം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, അത് ഏകവചനമാണോ ബഹുവചനമാണോ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാ. വാസ്തവത്തിൽ ഗ്രാമർ അനുസരിച്ച് തെറ്റല്ലേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നാമങ്ങളിൽ നിന്നല്ലേ പറയേണ്ടത്. അത് നാമം എങ്ങനെയായത്? അവർ ഏകനാണ്. കാരണം they always think, will and feel the same. എപ്പോഴും അവർ ഒരേ കാര്യം ചിന്തിക്കുന്നു, ഒരേ കാര്യം തീരുമാനിക്കുന്നു, ഒരേപോലെ അനുഭവിക്കുന്നു. എൻ്റെ പ്രിയതമ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഒരേ കാര്യം ചിന്തിക്കും. ഒരു സെക്കൻഡേ ഉള്ളൂ. ഞാൻ ചിന്തിക്കുക ആ ഒരു സെക്കൻഡിൽ ഞങ്ങൾ രണ്ടും ഒരു കാര്യം ചിന്തിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ? ഒരു സെക്കൻഡിലേ ഉള്ളൂ കേട്ടോ. അല്ലാത്ത സമയത്തൊക്കെ അവൾ ചിന്തിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഞാൻ ചിന്തിക്കുന്നതെന്ന് പുള്ളിക്കാരത്തേക്കും അറിഞ്ഞുകൂടാ. ആ ഒരു സെക്കൻഡിൽ ഞങ്ങൾ രണ്ടും ഒരു കാര്യം ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു സന്തോഷം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. 3 ആളുകൾ, 3 persons always thinking, willing, feeling the same.
കാരണം അവർക്ക് ഒരു ഹൃദയമാണുള്ളത്. അതുകൊണ്ടാണ് ദൈവം ഏകദൈവം, പക്ഷേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി. അതുകൊണ്ട് ദൈവം ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവം ത്രിയേക ദൈവമാണ്. മത്തായി 28:19, 2 കൊരിന്ത്യർ 13:14 നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. ഈ ലോകം മുഴുവൻ ട്രയൂണാണ്. ലോകം മാറ്റർ, സ്പേസ് ആൻഡ് ടൈം. മാറ്റർ, സ്പേസ് ആൻഡ് ടൈം, അതാണല്ലോ യൂണിവേഴ്സ്. മാറ്റർ, സ്പേസ്, ടൈം. മാറ്റർ എന്തൊക്കെയാ? 3 ഘടകങ്ങൾ: ഖരം, ദ്രവം, വാതകം. ടൈം, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. സ്പേസ്, നീളം, വീതി, ഉയരം. ഇതെല്ലാം എന്തോ ഇതെല്ലാം എന്തെങ്കിലും 3ന്റെ മൾട്ടിപ്പിളായത്? റോമാലേഖനം 1:20 പറയുന്നു, ഈ സൃഷ്ടിക്കപ്പെട്ട ലോകം ദൈവത്തിൻ്റെ ആളത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഈ ലോകം ഒരു ട്രയൂൺ ഗോഡ്, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ലോകം അല്ലേ? ആറ്റത്തിൻ്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളത്? ആറ്റം, ന്യൂട്രോൺ, പ്രോട്ടോൺ. ഞാൻ സയൻറ്റിസ്റ്റ് ഒന്നുമല്ല എന്ന് പറഞ്ഞേ. അവിടെ 3. ആറ്റം തുടങ്ങി അഖിലാണ്ട മുഴുവൻ 3ന്റെ ഗുണനമാണ്. ഇതെങ്ങനെയാ വന്നത്? യാദൃശ്ചികമാണോ? റോമർ 1:20 പറയുന്നു, ഈ സൃഷ്ടിക്കപ്പെട്ട ലോകം ദൈവത്തിൻ്റെ ആളത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. എന്നിട്ട് മനുഷ്യനോ? ദേഹം, ദേഹി, ആത്മാവ്. ദേഹം, എന്നെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എൻ്റെ ശരീരമല്ല കണ്ടിട്ടുള്ളൂ. എന്നെ കണ്ടുണ്ടോ? എൻ്റെ ശരീരമല്ല കണ്ടിട്ടുള്ളൂ. എനിക്കൊരു ദേഹമുണ്ട്, എനിക്കൊരു ദേഹിയുണ്ട്, എനിക്കൊരു ആത്മാവുണ്ട്. ദേഹമുള്ളത് കൊണ്ട് ഞാൻ ഈ ലോകവുമായിട്ട് ബന്ധപ്പെടുന്നു. ഐ എം ഏബിൾ ടു റിലേറ്റ് മൈസെൽഫ് ടു ദ ഫിസിക്കൽ വേൾഡ് ബിക്കോസ് ഐ ഹാവ് എ ഫിസിക്കൽ ബോഡി. ഈ ശരീരമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കസേരയിലിരിക്കുന്നത്. എനിക്കൊരു ജീവനുണ്ട്, പ്രാണനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രാണികളുമായിട്ട് ബന്ധപ്പെടുന്നത്. ഞങ്ങളുടെ വീട്ടിലൊരു പൂച്ചയുണ്ട്. ചെന്നാ പറഞ്ഞാൽ ഇവിടെ കയറിയിരിക്കുള്ളൂ. പൂച്ചയ്ക്ക് വലിയ ഇഷ്ടമാണ്. കയറി ഇവിടെ ഇരിക്കും. ഇവിടെ 2 കാല്, ഇവിടെ 2 കാല്. ഈ പ്രാണിയുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നതിന് കാരണം ഞാനും ഒരു പ്രാണിയാണ്. എനിക്കൊരു ജീവനുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രാണികളുമായിട്ട് ബന്ധപ്പെടുന്നു. എന്നാൽ മനുഷ്യന് ഒരാത്മാവുണ്ട്. ദൈവം ആത്മാവാകുന്നു. മനുഷ്യന് ആത്മാവുണ്ട്. അവൻ്റെ മണ്ണുകൊണ്ടുണ്ടാക്കിയ അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ആത്മാവിനെ മനുഷ്യന് കൊടുത്തു. ഈ മൃഗങ്ങൾക്കില്ലാത്ത ഒരു കാര്യമാണ് എന്ത്? ആത്മാവ്. ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നപ്പം സഫാരി പാർക്കിൽ കാണാൻ പോയി. സഫാരി പാർക്ക് ഇവിടെ അടുത്തെങ്ങാനും ഉണ്ടോ? ഒന്ന് പോയി കാണണം, നല്ലതാണ്. അവിടെ സിംഹത്തിനെയും പുലിയെയൊക്കെ അഴിച്ചു വിട്ടേക്കുക. വലിയ കോമ്പൗണ്ട് ഉണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടുക്കൂടെ കാർ ഓടിച്ചുകൊണ്ട് പോകാം. സിംഹത്തിനെ ഇത്ര അടുത്ത് കണ്ടു. 10 അടി അകലത്തിൽ സിംഹവും അപ്പനും അമ്മയും മക്കളും കൂടെ 10 അടി അടുത്ത് സുഖമായിട്ട് കിടക്കുന്നത് കണ്ടു. എന്തൊരു സന്തോഷം. ഇച്ചിരി അങ്ങോട്ട് പോയപ്പം ഒരു മാൻകൂട്ടം, ഇച്ചിരി അങ്ങോട്ട് പോയപ്പം പുലികൾ. ഞാൻ ഓർത്തു, എന്തോ ഒരു സന്തോഷമായി ഇതുങ്ങൾക്ക്. ഇതുങ്ങൾക്കറിയാം ഇങ്ങനെ മനുഷ്യനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നതൊക്കെ. അതുകൊണ്ട് അതുങ്ങളത് എൻജോയ് ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും ദേ ആർ എൻജോയിങ് കേരളത്. ഞാൻ ഓർത്തു, മനുഷ്യനെ പിടിച്ചൊരു സഫാരി പാർക്കിൽ ഇട്ടാലോ? അവൻ ആവശ്യത്തിന് ആഹാരം, അവന് മക്കളും കൊച്ചുമക്കളും തൃപ്തിയാകുമോ? there is an emptiness in man. എന്തുണ്ടെങ്കിലും അവന് തൃപ്തിയാകത്തില്ല. ദൈവത്തെ കാണാതെ മനുഷ്യന് തൃപ്തിയാകത്തില്ല. കാരണം മനുഷ്യനൊരാത്മാവുണ്ട്. God has made a vacuum in human heart and that vacuum can only be filled by God. ദൈവത്താൽ അല്ലാതെ നിറയ്ക്കാൻ കഴിയാത്ത ഒരു ശൂന്യത മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് ആർത്തി. ഈ കോടീശ്വരനിൽ എത്ര കോടിയാണ് ഇവരൊക്കെ ബാങ്കിന് ഞാൻ ഓർക്കയുടെ കാലത്ത് എത്ര കപ്പ് കാപ്പി കുടിക്കും? 2 കപ്പ്, അതിൽ കൂടുതൽ കുടിക്കാൻ പറ്റും? അതിന് ഇത്രയും കോടികൾ വേണോ?
മനുഷ്യൻ ആർത്തിയാണ്. എത്ര കിട്ടിയാലും തികയില്ല. കാരണം എന്താ? അവൻ ദൈവത്തെ കാണുന്നതുവരെ അവൻ്റെ ആർത്തി അടങ്ങുകയില്ല. മനുഷ്യൻ അപ്പം മനുഷ്യനൊരു തൃത്വജീവിയാണ്. 1 തെസ്സലോനിയർ 5:23. ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി ഈ 3 ഘടകങ്ങളെയും ഉൾപ്പെടുത്തിയുള്ളതാണ്. ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി ഈ 3 ഘടകങ്ങളെയും ഉൾപ്പെടുത്തിയുള്ളതാണ്. ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. സാൽവേഷൻ ഓഫ് ദ സ്പിരിറ്റ്. ഞാൻ രക്ഷിക്കപ്പെടുന്നത് വരെ ദേഹം ആത്മാവ്. ആദാം പാപം ചെയ്തപ്പോൾ ആദാമിനോട് കർത്താവ് പറഞ്ഞു, നീ തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദാം മരിച്ചോ? മരിച്ചോ? ഏറ്റിക്കോവർ നോക്കിയപ്പോൾ ആദാം മരിച്ചോ? ഏറ്റിക്കോവർ നോക്കിയപ്പോൾ ആദാം മരിച്ചോ? അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, യഹോവയായ ദൈവം കള്ളം പറയുന്നവനാണ്. കാരണം കോവൂർ സാർ നോക്കിയപ്പം ആദാം മരിച്ചോ? പിന്നെയും ജീവിക്കുക. അവൻ മരിച്ചു എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. മരണമെന്ന് പറഞ്ഞാൽ സെപ്പറേഷനാണ്. അപ്പോൾ അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. അതുവരെ അവനെ നടത്തിയത് അതിനുശേഷം ആദാം പാപം ചെയ്യുന്നത് വരെ അവൻ്റെ ആത്മാവാണ് അവനെ നടത്തിയത്, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ. ആദാം പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും അവൻ ജീവിച്ചു. അവനെ നടത്തിയതോ? വാട്ട് വാസ് ദി ആനിമേറ്റിംഗ് ഫാക്ടർ ഇൻ ദ ലൈഫ് ഓഫ് ആഡം ആഫ്റ്റർ ഹി കമ്മിറ്റഡ് സിൻ? അവൻ്റെ ആത്മാവ് മരിച്ചു. പിന്നെ അവനെ നടത്തിയത്, അവന് ജീവൻ കൊടുത്തത് അവൻ്റെ ദേഹിയാണ്. 1 കൊരിന്ത്യർ 2:14. 1 കൊരിന്ത്യർ 2:14 അകത്ത് മലയാളത്തിൽ ഇംഗ്ലീഷൊന്നും വായിച്ചാൽ മനസ്സിലാകത്തില്ല. ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 2:14. എന്നാൽ പ്രാകൃത മനുഷ്യൻ ഈ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? തലമുടി ചെയ്യാത്തവനെന്നാണോ? പ്രാകൃതൻ. അവനെ കണ്ടിട്ടൊരു പ്രാകൃതൻ്റെ കൂട്ടിരിക്കുന്നു. ഈ പ്രാകൃതൻ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? അപ്പം ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കിയേ. ദ നാച്ചുറൽ മാൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? വെരി ഗുഡ്. പക്ഷെ അവിടെ അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ. ഗ്രീക്കിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് ദേഹിയാൽ നടത്തപ്പെടുന്നവൻ, സ്യൂഹിക്കോസ്, ദേഹിയാൽ നടത്തപ്പെടുന്നവൻ. രക്ഷിക്കപ്പെടാത്ത ആളുകൾ ദേഹിയാൽ നടത്തപ്പെടുന്നവരാണ്. രക്ഷിക്കപ്പെടുമ്പോൾ 2 കാര്യം സംഭവിക്കുന്നു. എന്താണ്? മരിച്ചിരുന്ന ആത്മാവ് ജീവൻ പ്രാപിക്കുന്നു. എഫെസ്യർ 2:1. അക്രമങ്ങളും പാപങ്ങളും മരിച്ചാൽ നിങ്ങളെ അവൻ മരിച്ചിരുന്ന ആത്മാവ്, മനുഷ്യൻ്റെ ആത്മാവ് ദൈവം. ഇവിടെ ജനിക്കുന്ന ഒരു കുഞ്ഞും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജനിക്കുന്നില്ല. എന്നാൽ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ ആ രക്ഷണ്യ പ്രവൃത്തിയെ വിശ്വസിക്കുമ്പോൾ, അവൻ്റെ മരിച്ചിരുന്ന ആത്മാവ് ജീവൻ പ്രാപിക്കുന്നു. അതുവരെ അവനെ നടത്തിയ ദേഹി എന്ത് സംഭവിക്കുന്നു? ഗലാത്യർ 2:20. ആ ദേഹി ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നു. അപ്പോൾ ഇതിന് ശേഷം ഇനി ആരാ നടത്തേണ്ടത്? റോമർ 8:14. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കൾ. അതുവരെ രക്ഷിക്കപ്പെടുന്നതുവരെ ഒരാളെ തൻ്റെ ദേഹി, തിങ്കിങ്, വില്ലിങ്, ഫീലിംഗ്, രക്ഷിക്കപ്പെടുന്നതുവരെ ഒരാളെ നടത്തുന്നത് അവനവൻ്റെ ചിന്ത, അവനവൻ്റെ തീരുമാനം, അവനവൻ്റെ അനുഭവം. രക്ഷിക്കപ്പെടുന്നതുവരെ ഒരാളെ നടത്തുന്നത് തിങ്കിങ്, വില്ലിങ്, ഫീലിംഗ് ആണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവനെ നടത്തേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് മരിച്ചിരുന്ന എൻ്റെ ആത്മാവിൽ വരുന്നു. എന്നിട്ട് എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും ചേർന്ന് ഏക ആത്മാവായി മാറുന്നു. 1 കൊരിന്ത്യർ 6:17. വണ്ടർഫുൾ വാക്യം. 1 കൊരിന്ത്യർ 6:17. ക്രിസ്തുവിനോട് ചേർന്നവൻ അവനോട് ഏക ആത്മാവായി മാറും. എൻ്റെ ആത്മാവ് മരിച്ചതായിരുന്നു.
മരിച്ച ആത്മാവ് ജീവൻ പ്രാപിക്കുന്നു. എന്നിട്ട് ആ ജീവൻ പ്രാപിച്ച എൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് വാസം ചെയ്യുന്നു. എന്നിട്ട് ഏകാത്മാവായിട്ട് മാറുന്നു. അതുവരെ ഇത് സാധിക്കുന്നത് കർത്താവിൻ്റെ ക്രൂശിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആത്മരക്ഷ സാധിക്കുന്നത് കർത്താവിൻ്റെ ക്രൂശിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആത്മരക്ഷ പ്രാപിക്കുന്നത് വെറും ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. ആത്മരക്ഷ പൂർണ്ണമായി സൗജന്യമാണ്. ആത്മരക്ഷ പൂർണ്ണമായി സൗജന്യമാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ, നമുക്കറിയാവുന്ന വാക്യങ്ങളാണല്ലോ, എഫേസ്യർ 2:1, എഫേസ്യർ 2:8, കൃപയാൽ വിശ്വാസത്തെ കൊണ്ട് നിങ്ങൾ, എഫേസ്യർ 2:8, യു ആർ സേവ്ഡ്, രക്ഷിക്കപ്പെട്ടു. റോമർ 8:1, അതുകൊണ്ട് ക്രിസ്തുയേശു ഉള്ളവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല. വി ആർ മെയ്ഡ് ടു സിറ്റ് ഇൻ ദ ഹെഡ്. എഫേസ്യർ 2:7, ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൻ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. എവിടെയാ നമ്മൾ? എവിടെയാ? അവിടുന്ന് ഒരു തിരിച്ചുവരവുണ്ടോ? ആത്മരക്ഷ നശിക്കില്ല അല്ലേ? ഞാൻ ദാനം കൊടുത്തു, ഞാൻ തിരിച്ചു ചോദിക്കുമോ? ദൈവം എന്നെക്കാട്ടി മോശക്കാരനാണ്. ദാനം കൊടുത്ത് തിരിച്ചു വാങ്ങിക്കോ? ആ ദാനം കൊടുത്ത് തിരിച്ചു വാങ്ങിക്കുന്നവരും ഉണ്ട്. എനിക്കൊരനുഭവം ഉണ്ട്, അതിപ്പം പറയുന്നില്ല. ആത്മരക്ഷ ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ ക്രൂശിൻ്റെ അടിസ്ഥാനത്തിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദാനമായിട്ട് ദൈവം കൊടുക്കുന്നതാണ്. ദാനമായിട്ട് ദൈവം കൊടുക്കുന്നതാണ്. അത് കാരണം എന്താണെന്നറിയാമോ? ഞാൻ എത്ര പ്രയത്നിച്ചാലും സ്വർഗത്തിൽ എനിക്ക് സ്ഥലം വാങ്ങിക്കാൻ പറ്റുകയില്ല. സ്വർഗത്തിൽ സ്ഥലം ഉറപ്പാണ്. രക്ഷിക്കപ്പെട്ട, ആത്മരക്ഷ പ്രാപിച്ച, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച ഒരാളുടെ സ്വർഗത്തിൽ സ്ഥലം ഉറപ്പാണ്. ഈസ് ഓൾറെഡി ഇൻ the heavenlies. ഈസ് ഓൾറെഡി ഇൻ ക്രൈസ്റ്റ്. there is not a coming past possibility. ഇല്ല, തിരിച്ചു പോകുന്ന ഒരു വഴിയില്ല. ഇതുവരെ ആദാമിലായിരുന്നു, ഞാൻ ക്രിസ്തുവിലേക്ക് മാറ്റപ്പെട്ടു. ഇതുവരെ ഞാൻ നരകത്തിൻ്റെ പാതയിലായിരുന്നു, ഞാൻ സ്വർഗത്തിൻ്റെ പാതയിലായി, ഞാൻ സ്വർഗത്തിലായി. ആത്മരക്ഷ കർത്താവിൻ്റെ ക്രൂശിൻ്റെ അടിസ്ഥാനത്തിൽ ദാനമായി വിശ്വസിക്കുന്ന സകലർക്കും കൊടുക്കും. വി ആർ ഓൾറെഡി ഗ്ലോറിഫൈഡ്. ഇതെന്താ വേറെ സത്യം പറഞ്ഞേക്കുന്നത്? എന്താ എഴുതിക്കുന്നത്? റോമർ 8:38 വായിച്ചേ. റോമർ 8:38, നത്തിങ് ഷാൽ സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. നാം വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. തേജസ്കരിച്ചു. വി ആർ ഓൾറെഡി ഗ്ലോറിഫൈഡ്. കണ്ട, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ മുഖത്തിൻ്റെ കളർ മാറുമോ? മാറിയാൽ നല്ലതായിരുന്നല്ലേ, രക്ഷിക്കപ്പെട്ട അറിയാം അല്ലേ? എന്നാലും മുഖത്ത് ശവമുണ്ട. ഒരിക്കൽ ഞാൻ കുന്നൂരിൽ അപ്പോൾ ഒരു 10-12 വയസ്സുള്ള 2-3 പിള്ളേർ, സാറ് പെന്തക്കോസുകാരനാണ്. ഞാൻ ചോദിച്ചേടാ ഇതെന്തൊരു കൂത്താ, തമിഴ് പിള്ളേർ 10-12 വയസ്സേ ഉള്ളൂ, ഇവരെന്നെ ഞാൻ പെന്തക്കോസുകാരനാണെന്ന് ചോദിക്കുന്നു. ഞാൻ ചോദിച്ചു, ഞാൻ പെന്തക്കോസുകാരനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? എനിക്ക് കുണുക്കൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? ആ സാറിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുമോ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുഖം മാറുമോ? പണ്ടൊരിക്കലും ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു 5:30 മണിക്ക്. അത് നീലഗിരിയിൽ നിന്ന് രാത്രിയിൽ യാത്ര ചെയ്ത് എറണാകുളത്ത് 5:30 മണിയാണ്. ഞാനിങ്ങനെ നമ്മുടെ ഈ ട്രിവാൻഡ്രത്തേക്കുള്ള ട്രെയിനിൽ കയറി ഇങ്ങനെ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ഉറങ്ങുക. ഒരാൾ വന്ന് എന്നെ തട്ടി ഉണർത്തി. സാർ ഒരു പാസ്റ്ററാണോ? എടാ, ടീഷർട്ട് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ തട്ടി പാസ്റ്ററാണോ ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ ഈ സംശയം എന്താ? അല്ല, സാറിനെ കണ്ടപ്പം പാസ്റ്ററാന്ന് തോന്നി. ഉറങ്ങുമ്പം പാസ്റ്ററാന്ന് തോന്നുമോ?
അദ്ദേഹം ഒരു TTR-ആയിരുന്നു. അന്ന് പുള്ളിക്കാരൻ്റെ ഡ്യൂട്ടിയില്ല. അന്നേരം പുള്ളി വിചാരിച്ചു ആരൊക്കെയാ ഒന്ന് എല്ലാ ദിവസവും വരുന്ന പോലെ 5:30 മണിയാണ് പുള്ളി ഡ്യൂട്ടിക്ക് വരുന്ന പോലെ വന്നു. ആരെങ്കിലും പരിചയക്കാർ വല്ലവരും ഉണ്ടോയെന്ന് അറിയാം. നോക്കിയപ്പോൾ ആരെയും പരിചയക്കാരില്ല. നോക്കിയപ്പം ഏകദേശം പരിചയമുള്ള ഒരാളെ കണ്ടു. ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പക്ഷേ നമ്മുടെ മുഖത്തിൻ്റെ കളറൊന്നും മാറത്തില്ല. നമുക്ക് പിന്നെയും വിശക്കും. പനി പിടിക്കത്തില്ലേ വിശ്വാസികൾക്ക്? ശരീരത്തിൻ്റെ രൂപാന്തരം വന്നിട്ടില്ല. എന്നാൽ നമ്മുടെ ആത്മാവ് ജീവൻ പ്രാപിച്ചു. ദൈവം നമ്മെ നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? തേജസ്കരിക്കപ്പെട്ടവരായിട്ടാണ്. ദൈവം നമ്മെ കാണുന്നത് തേജസ്കരിക്കപ്പെട്ടവരായിട്ട്. തിരിച്ചൊരു പോക്കുണ്ടോ? അപ്പോൾ ആത്മരക്ഷ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കിനി പിന്നെ അങ്ങോട്ട് വായിക്കാം. സാൽവേഷൻ ഓഫ് ദ സോൾ, ജീവരക്ഷയെക്കുറിച്ച് നമുക്ക് വായിക്കാം. ഒന്ന് വരുന്നത് 2:14 ഞാൻ വായിച്ച വാക്യം. അത് സോളിഷ് മാൻ, ദേഹിയാൽ നടത്തപ്പെടുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെടുമ്പോൾ ദേഹി ക്രൂശിക്കപ്പെടുന്നു. ഗലാത്യർ 2:20. ആത്മാവ് ജീവൻ പ്രാപിക്കുന്നു. ജീവൻ പ്രാപിച്ച ആത്മാവിൽ ദൈവാത്മാവ് വന്ന് വാസം ചെയ്യുന്നു. അവർ ദൈവാത്മാവും മനുഷ്യൻ്റെ ആത്മാവും ഏകാത്മാവായി തീർന്നു. ആ ഏകാത്മാവ് അവനെ നടത്തുന്നു. എന്നാൽ ഈ ദേഹി ക്രൂശിൽ പെട്ടെന്ന് മരിക്കുമോ? ക്രൂശിലെ മരണം പെട്ടെന്ന് സംഭവിക്കില്ല. അത് ക്രൂശിലെ മരണം സംഭവിക്കണമെങ്കിൽ ഞാൻ ദിവസം തോറും എൻ്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കണം. ആ കാലത്ത് ക്രൂശ് ആരാ ധരിച്ചോ എടുത്തത്? ആ കാലത്ത് ക്രൂശ് ആരാ എടുത്തത്? മരിക്കാൻ പോകുന്നവരാണ്. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ, നമുക്ക് വായിക്കാം മത്തായി 16, 24, 24, 25, 26. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? 23 വായിച്ചേ. 22, 23. അവനോ തിരിഞ്ഞു പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടു പോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്ര കരുതുന്നത് എന്ന് പറഞ്ഞു. 23. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ അത്ര കരുതുന്നതെന്ന് പറഞ്ഞു. അപ്പൊ 24 എന്തോ വായിച്ചേ? പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. ഓക്കെ. അപ്പൊ 24 തന്നെ. ആദ്യം അത് വായിച്ചില്ല. ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അനുദിനം അവൻ്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്നാണ് നമ്മളെ വായിക്കുന്നത്. അപ്പം ദേഹിയുടെ രക്ഷ. അപ്പം 25 വാക്യത്തെ വായിച്ചു. എന്താ വായിച്ചു? 25 വാക്യം, ഒരുവൻ സകല ലോകവും നേടിയാലും അവൻ്റെ ജീവൻ. വെരി ഗുഡ്. അപ്പം ജീവൻ, ദേഹി എന്നുള്ള വാക്കാണ് ജീവൻ. അവൻ്റെ ജീവനെ ശിഷ്യന്മാരോടാ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ശിഷ്യന്മാരുണ്ടല്ലോ, നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ജീവൻ കൊണ്ട് ഒരുപക്ഷെ അലക്സാണ്ടറെ പോലെ ലോകം മുഴുവൻ നേടാം. അനേക വിശ്വാസികൾ ഇന്ന് ലോകം മുഴുവൻ നേടുന്നവരാ.
ഒന്നുകിൽ നിങ്ങളുടെ ജീവൻ കൊണ്ട് ലോകം മുഴുവൻ നേടാം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ നേടാം. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും, ഞാൻ ക്രിസ്തുവിനെ നേടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ക്രൂശെടുത്ത് അനുദിനം അവനെ അനുഗമിക്കണം. എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വയത്തെ ഞാൻ ദിവസം തോറും ക്രൂശിക്കണം. ഞാൻ എൻ്റെ സ്വയത്തെ, എൻ്റെ തിങ്കിങ്, എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ ആലോചനകൾ, എൻ്റെ ആവശ്യം, എൻ്റെ സ്വാർത്ഥത, എൻ്റെ അഹം, ഞാൻ എന്ന ചിന്ത, ഞാൻ ദിവസം തോറും എന്നെ ക്രൂശിന്മേൽ തറയ്ക്കണം. ഒരുവൻ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച്, എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്യാസിമാരാണോ എന്നല്ല. ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. സന്യാസിയാണോ എന്നല്ല പറഞ്ഞു. എന്താ? എൻ്റെ തീരുമാനമല്ല, അവൻ്റെ തീരുമാനമായിരിക്കണം. ഇനി സിംഹാസനത്തിരിക്കുന്നത് ഞാനല്ല, ക്രിസ്തു ആയിരിക്കണം. അവനാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എന്തു ചെയ്യണമെന്ന്. അപ്പം എൻ്റെ ക്രൂശെടുത്ത് ഞാൻ ദിവസം തോറും അവനെ അനുഗമിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ എനിക്ക് ലോകം മുഴുവൻ നേടാം, എനിക്കെന്ത് നഷ്ടപ്പെടാം? എൻ്റെ ജീവൻ നഷ്ടപ്പെടാം. എനിക്ക് ക്രിസ്തുവിൻ്റെ സ്വർഗത്തിൽ എൻ്റെ സ്ഥലം സൗജന്യമായിട്ട് ലഭിക്കുന്നു. സ്വർഗത്തിൽ എൻ്റെ സ്ഥലം സൗജന്യമായിട്ട് ലഭിക്കുന്നു. സ്വർഗത്തിൽ എൻ്റെ സ്ഥാനമോ? സ്വർഗത്തിലും വലിയവനും ചെറിയവനും ഉണ്ടോ? ഇല്ലേ? മത്തായി 5:19 എന്താ പറയുന്നത്? ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവിടെ ഉണ്ടോ ഈ സ്ഥാനം? അവിടെ ഉണ്ടോ ഈ സ്ഥാനം? സ്വർഗരാജ്യത്തിൽ സ്വർഗത്തിൽ സ്ഥലം ഫ്രീ. കേട്ടോ? സ്വർഗത്തിൽ സ്ഥലം ഫ്രീ. അത് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ ഒക്കുന്നതല്ല. അത് കർത്താവിൻ്റെ ക്രൂശിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം സൗജന്യമായി ദാനമായിട്ട് കൊടുക്കുന്നതാണ്. എന്നാൽ സ്വർഗത്തിൽ സ്ഥാനം സൗജന്യം അല്ല. സ്വർഗത്തിൽ സ്ഥാനം സൗജന്യം അല്ല. സഹിക്കുന്നവൻ കൂടെ വാഴും, അല്ലാത്തവരോ ഇവിടെ വാഴും. ഇവിടെ വാഴുന്നവരൊന്നും അവിടെ വാഴത്തില്ല. സഹിക്കുന്നവർ മാത്രമേ കൂടെ വാഴുകയുള്ളൂ. പാട്ടുകാർ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. പുത്തനാം യെരൂശലേം വാഴും കുറേ വാഴും. ആര് വാഴും? നമ്മളെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ആര് വാഴും? സഹിക്കുന്നവൻ കൂടെ വാഴും. രാജാക്കന്മാരാണ്, പുരോഹിതന്മാരാണ്, സംശയമില്ല. സിംഹാസനമില്ലാത്ത രാജാവോ? പോർട്ട്ഫോളിയോ ഇല്ലാത്ത മന്ത്രിമാരുണ്ടെന്നാണ് പറയുന്നത്. ഒപ്പിടാനൊന്നുമില്ല. സിംഹാസനം ഇല്ലാത്ത രാജാക്കന്മാർ. ഓർത്ത് നോക്കിയേ, രാജ്ഞിമാരാ, കിരീടമില്ല. എങ്ങനെ ഇരിക്കും? കിരീടം സൗജന്യമാണോ? ചിലർ വിചാരിക്കുന്ന ദൈവം തരുന്ന മുഴുവൻ സൗജന്യം. അത് നേരാ, കാറ്റ് സൗജന്യമാണ്. രക്ഷ സൗജന്യമാണ്. അല്ല, ആത്മരക്ഷ സൗജന്യമാണ്. ജീവരക്ഷ സൗജന്യമല്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറഞ്ഞു, എന്നോട് വിലയ്ക്ക് വാങ്ങുക. നാം ക്രയം കൊടുക്കേണ്ടിയിരിക്കുന്നു. നാം ക്രയം കൊടുത്തില്ലെങ്കിൽ, നാം ചെലവിടാൻ മനസ്സില്ല എങ്കിൽ, സൗജന്യമുള്ളത് കൊണ്ട് മാത്രം ജീവിച്ചാൽ പരിപാടി ശരിയാകുകയില്ല. സ്വർഗത്തിൽ സ്ഥലം ഫ്രീ, സ്വർഗത്തിൽ സ്ഥാനം ഫ്രീ അല്ല. ഞാൻ എപ്പോഴും പറയും കേട്ടോ, ഇവിടെ പുറകിരിക്കുന്നവർ അവിടെയും പുറകിലായിരിക്കും നിത്യത മുഴുവൻ. ഇവിടെ ഒത്തിരി പേരുണ്ട് പുറകിൽ നിൽക്കുന്നവർ. രക്ഷിക്കപ്പെട്ടു, പിന്നെന്താ വേണം? അത് കഴിഞ്ഞ് വേറെ ഒന്നും നോക്കണ്ട, കണ്ണടച്ചു ഇവിടെ സുഖമായിട്ട് ജീവിക്കുക.
ദൈവം വളരെ ദാനശീലനാണ്. അങ്ങ് ധാരാളം കൊടുക്കുക. ചോദിക്കുന്നതിന് എനിക്കിന് അത്യന്തം പരമാണ്. ഇവർ ചോദിക്കുന്ന മുഴുവൻ ഭൗതിക കാര്യങ്ങളാണ്. അങ്ങ് നിറഞ്ഞൊഴുകുക. പക്ഷേ എന്താ സംഭവിക്കുന്നത്? സ്വർഗത്തിൽ സ്ഥലമുണ്ട്, എന്താ ഇല്ല? സ്ഥാനമില്ല. ഇത് മറന്നു. അപ്പോൾ ജീവരക്ഷ അവനവൻ തൻ്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുന്നുകൊണ്ട് സ്വർഗത്തിൽ സ്ഥാനം തീരുമാനിക്കുന്നത് ഞാൻ ദൈവവചനത്തോട് ഞാൻ കാണിക്കുന്ന എൻ്റെ അനുസരണമാണ്. ഈ ചെറിയ കൽപ്പനകളിലൊന്ന് ആ തെറ്റായി അതിനെ അനുസരിക്കാത്തവനും തെറ്റായി പഠിപ്പിക്കുന്നവനും സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം ഇന്ന് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ രക്ഷ നഷ്ടപ്പെടുമോ? ആത്മരക്ഷ നഷ്ടപ്പെടില്ല. രക്ഷ നഷ്ടപ്പെടുമോ? ബ്രദറുകാർ കേട്ടോണം, രക്ഷ നഷ്ടപ്പെടും. ജീവരക്ഷ നഷ്ടപ്പെടും. സ്വർഗത്തിൽ സ്ഥാനം നഷ്ടപ്പെടും. അത് നീ നിന്റെ ക്രൂശെടുത്ത് അവൻ്റെ വചനത്തെ അനുസരിക്കുന്നത് കൊണ്ടാണ്. ആര് രക്ഷയ്ക്ക്? അതുകൊണ്ടാണ് യാക്കോബിൻ ലേഖനം വായിക്കുമ്പം പ്രവൃത്തിക്ക് ഒരു സ്ഥാനമുള്ളത്. യാക്കോബിൻ ലേഖനം വായിച്ചാൽ പ്രവൃത്തി വേണോ വേണ്ടായോ? വേണം. എന്തിനാ? ജീവരക്ഷയ്ക്ക്. സ്വർഗത്തിലെ സ്ഥാനത്തിന് നിന്റെ പ്രവൃത്തി അടിസ്ഥാനമാണ്. ആത്മരക്ഷയ്ക്കോ? ബ്രദറുകാരെ, പെന്തക്കോസ്തുകാരെ, തമ്മിൽ അടിക്കാതിരിക്കുക. ദൈവീയർ അടിക്കരുത്. ആത്മരക്ഷ നശിക്കില്ല, ജീവരക്ഷ നശിക്കും. ബ്രദറുകാരെല്ലാം മനസ്സിലാക്കിക്കോണം, ജീവരക്ഷ നശിക്കാനൊരു ചാൻസ് ഉണ്ട്. നീ നിന്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ നിന്റെ ജീവരക്ഷ നശിക്കും. നിനക്ക് സ്വർഗത്തിൽ ചെറിയവനെന്ന് എണ്ണപ്പെടും. ദൈവീയർ ഈ പെന്തക്കോസ്തുകാരും ബ്രദറുകാരും തമ്മിൽ അടിക്കുന്നത് നിർത്തണം. ഈ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ആത്മരക്ഷ നശിക്കുമോ? നശിക്കില്ല. ജീവരക്ഷ നശിക്കാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്. ബ്രദറുകാരെല്ലാവരും കേട്ടോണം. എന്താ? രക്ഷ നശിക്കുമോ? ജീവരക്ഷ നശിക്കാൻ ഒരവസരം ഉണ്ട് എന്നുള്ളത് മറന്നു പോരും. അപ്പം നമ്മുടെ പ്രവൃത്തി ജീവരക്ഷ, നമ്മുടെ സ്വർഗത്തിലെ സ്ഥാനം തീരുമാനിക്കുന്നത് നമ്മളെല്ലാം പ്രകാശിക്കാൻ പോവുകയാണ്. നക്ഷത്രത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഏതടിസ്ഥാനത്തിലാണ്? ഇത് മണ്ണാ കേട്ടോ. മണ്ണ് പ്രകാശിക്കുമോ? പക്ഷേ മണ്ണിൻ്റെ അകത്താ സ്വർണം. ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുമ്പോൾ കോളാർ ഗോൾഡ് ഫീൽഡ്സിൽ പോയി. കോളാർ ഗോൾഡ് ഫീൽഡ് നിങ്ങളാരും കണ്ടോന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ കണ്ടു. അവിടുന്ന് ഇപ്പം സ്വർണ്ണം എടുക്കുന്നത് നിർത്തി. എന്താണെന്നറിയാമോ? അവിടുന്ന് 1 ഗ്രാം സ്വർണം എടുക്കണമെങ്കിൽ 10 ഗ്രാം സ്വർണത്തിൻ്റെ ചിലവുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സ്വർണം എടുക്കുന്നത് നിർത്തി. പക്ഷേ ഞാൻ കോളാർ ഗോൾഡ് ഫീൽഡിൽ ചെന്നെ ഒരു കാര്യം ഞാൻ കണ്ടു. സ്വർണം പണ്ട് എടുത്തതിന് ചണ്ടി അവിടെ ഇട്ടേക്കുക. മലകൾ. ആ മലയിൽ ഒരു പുല്ല് പോലും ഇല്ല, ഒരു തൊട്ടാവാടി പോലും ഇല്ല. കറുത്ത മലകൾ. രാജസ്ഥാനിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്. കാണാനേലും കൊള്ളാവുന്ന മലകളാണ്. പക്ഷേ ഈ ഗോൾഡ് ഫീൽഡിൽ ചെന്നാൽ ചണ്ടിയാണ്, കാണാൻ പോലും കൊള്ളത്തില്ല. ഈ ശരീരം മണ്ണാണ് കേട്ടോ. മണ്ണിൽ നിന്ന് എന്തെടുക്കാം? സ്വർണം എടുക്കാം. ആ സ്വർണം എടുത്തില്ലെങ്കിൽ നിത്യത മുഴുവൻ ദൈവത്തിൻ്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയാത്തവരായി. നക്ഷത്രത്തിനും ശോഭയിൽ വ്യത്യാസമുണ്ട്. അതാരാ തീരുമാനിക്കുന്നത്? ഞാൻ എൻ്റെ പ്രവൃത്തി അതിനെ തീരുമാനിക്കുമെന്നുള്ളത് മറന്നു പോകരുത്. ഇന്ന് രാത്രി ദൈവജനം ഇത് ശ്രദ്ധിച്ചുവെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ സ്ഥലം മാത്രം പോരാ. കർത്താവിന് സ്തോത്രം, അത് അവൻ സൗജന്യമായി കൊടുത്തു. ഞാനിപ്പം താമസിക്കുന്ന 1 ഏക്കർ സ്ഥലത്തിലാണ്. ആരാണ്ട് സൗജന്യമായിട്ട് കൊടുത്തതാ. 1 ഏക്കർ സ്ഥലം എനിക്കിപ്പോൾ പോയി വാങ്ങിക്കാൻ പറ്റുമോ? അതും ടൗണിൻ്റെ ഒരു 200 മീറ്റർ പോകണ്ട. പോസ്റ്റ് ഓഫീസ്, ഗവൺമെൻറ് ഹോസ്പിറ്റല്, സൂപ്പർ മാർക്കറ്റ്, എന്തോ ഇല്ലാത്ത ATM മാത്രമില്ല, ബാക്കിയെല്ലാം ഉണ്ട് അവിടെ. 1 ഏക്കർ സ്ഥലം എനിക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമോ? ഒരാൾ സൗജന്യമായി തന്നു. സ്വർഗത്തിൽ സ്ഥലം ആർക്കും വാങ്ങിക്കാൻ പറ്റുകയില്ല.
അതുകൊണ്ട് കർത്താവ് സൗജന്യമായിട്ട് അവൻ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് മുഴുവൻ സൗജന്യമാണെന്ന് വിചാരിക്കരുത്. സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ സൗജന്യമായിട്ട് ഒത്തിരി സാധനം കിട്ടും. ഈ സൗജന്യം മാത്രം കഴിച്ച് ജീവിച്ചാലോ? അനേക വേർപാടുകാരും അങ്ങനെ സൗജന്യം കൊണ്ട് മാത്രം ജീവിക്കുക. ഉണരാം, ഉണരീൻ സോദരരെ, ഉറങ്ങാനുള്ള നേരമല്ല, നമുക്ക് ഉണരാനുള്ള സമയമായി. സ്വർഗത്തിൽ സ്ഥാനം തീരുമാനിക്കുന്നത് നമ്മുടെ പ്രവൃത്തി അനുസരിച്ചാണ്. സ്വർഗത്തിൽ സ്ഥാനം തീരുമാനിക്കുന്നത് നമ്മുടെ ജീവരക്ഷയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിന് ഞാൻ എൻ്റെ ക്രൂശ് എടുത്ത് അനുദിനം അവനെ അനുഗമിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. പ്രവൃത്തി ജീവരക്ഷയ്ക്ക് അടിസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് ദൈവജനം തമ്മിലടിക്കുന്നത് നിർത്തുക. ആത്മരക്ഷ നശിക്കില്ല, ജീവരക്ഷ നശിക്കും എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കർത്താവ് കൃപ തരട്ടെ. അവൻ്റെ നാമത്തിന് സ്തോത്രം.